മേജർ രവിയോട് രണ്ട് കാര്യങ്ങൾ പറയട്ടെ. ആലോചിച്ചു, മനുഷ്യനോട് പറയാൻ കൊള്ളൂ, ഒരു പരീക്ഷ നടത്താൻ കൊള്ളാത്ത ഗവൺമെൻറ്റാണ് ഈ 145 കോടി ജനങ്ങളെ ഭരിക്കുന്നതെന്ന്. അപ്പോൾ ആ മന്ത്രി രാജിവെക്കണം എന്ന് പറയുന്നത് ന്യായമായ ഒരു കാര്യം മാത്രമല്ലേ? മുരളി മനോഹർ ജോഷിക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ ഈ കുട്ടിക്ക് രാഷ്ട്രീയം അറിയില്ല എന്ന് പറഞ്ഞ മേജർ രവി പറയോ മുരളി മനോഹർ ജോഷിക്ക് രാഷ്ട്രീയം അറിഞ്ഞുകൂടാ? ഇന്ത്യ മറ്റ് രാഷ്ട്രങ്ങളുടെ മുമ്പിൽ നാണം കെടുന്നതിനെപ്പറ്റി ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള നിലയ്ക്ക് എനിക്കൊരു വികാരമുണ്ട്. പിന്നെ അദ്ദേഹം പറഞ്ഞതായിട്ട് ഇപ്പം അദ്ദേഹം ആവർത്തിച്ചതായിട്ടും കണ്ടൊരു കാര്യം, ശ്രീ മോഹൻലാലിൻ്റെ മകള് വിസ്മയയ്ക്ക് രാഷ്ട്രീയം അറിഞ്ഞുകൂടാന്നാണ്. രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്താ? അത് ഒരാളുടെ നീതിബോധമാണ് രാഷ്ട്രീയം, വേറെ ഒന്നിൻ്റെ പേരല്ല. നിങ്ങൾ ഏത് പാർട്ടിയിൽ അംഗമാണ്, അല്ലെങ്കിൽ ഒരു പാർട്ടിയിൽ അംഗമാണോ, നിങ്ങൾ ഏത് കൊടി പിടിക്കുന്നു, ഏത് ചിഹ്നത്തിന് വോട്ട് ചെയ്യുന്നു, ഏത് നേതാവിന് സിന്ദാബാദ് വിളിക്കുന്നു, ഇതിനെ അല്ല രാഷ്ട്രീയം എന്ന് പറയാം. അത് പാർട്ടി കൂറാണ്, കക്ഷി രാഷ്ട്രീയമാണ്. നേരെ മറിച്ച് ഒരു പെൺകുട്ടിക്ക് തല്ലുകൊണ്ടപ്പോൾ അതിനെതിരായിട്ട് വിസ്മയ പ്രക്ഷുബ്ധയായി എന്ന് വന്നാൽ ആ പ്രക്ഷോഭത്തിനെയാണ്, ആ നീതിബോധത്തിനാണ് രാഷ്ട്രീയം എന്ന് പറയാം. അത് വേറൊരു സാധനമല്ല. സത്യത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി, അന്യായത്തിനെതിരായിട്ട്, അക്രമത്തിനെതിരായിട്ട് നമ്മൾ നിലപാടെടുക്കുന്നു. രാഷ്ട്രീയം അറിയാം വിസ്മയയ്ക്ക് എന്നുള്ളത് കൊണ്ടാണ് അവർ ഈ സമരത്തെ പിന്തുണയ്ക്കുന്നത്. ആ കുട്ടിക്ക് മേജർ രവിയേക്കാൾ രാഷ്ട്രീയ ബോധമുണ്ട്, രാഷ്ട്രബോധമുണ്ട്. അതുകൊണ്ടാണ്. എന്തല്ല അതല്ല ആ കുട്ടി.